നമുക്ക് ഫസ്റ്റത്തെ മണിക്കൂറിൻ്റെ ഇപ്പം തന്നെ ചെയ്യാം. ഓക്കെ, ഇനി ആ ഡോർ ക്ലോസ് ചെയ്താൽ പിന്നെ കയറലില്ല കേട്ടോ, പുറത്തേക്ക് പോകലും ഇല്ല. ഇത് കഴിഞ്ഞാൽ മാത്രമേ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ തുടങ്ങാൻ പോകട്ടോ. വിഷയത്തേക്ക് നമ്മൾ കയറിയില്ല. നമ്മൾ ആദ്യം നമ്മളെ പരിപാടി തുടങ്ങാൻ പോവാണ്. അത് നിങ്ങൾക്കൊരു എന്തായിക്കോട്ടെ, ഒരു ഐസ് ബ്രേക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. എടാ ആരും കയറ്റരുത് കേട്ടോ. ഓക്കെ, ഒരു ആരെ കൈമേല വാച്ചുള്ളത് അല്ലേ? വാച്ചുള്ള ആളാര്? അതാ എന്തോ സൂചിയുള്ള വാച്ച് തന്നെയല്ലേ? ഓക്കെ, എൻ്റെ കൈമേലും ആന്നാ. ഓക്കെ ഓക്കെ, ആ വാച്ചോട്ടെ. അല്ലെങ്കിൽ അവിടെ വെച്ചോ. ആരും കയറ്റാൻ പാടില്ല കേട്ടോ. എല്ലാവർക്കും കാണാം. ഇവിടെ വന്ന് നോക്കി പോവുകയാണെങ്കിൽ ഇതാ ഇത് 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞാൽ പോയിക്കോട്ടെ. ആ വാച്ച് എല്ലാവർക്കും എൻ്റെ അടുത്ത് ഒന്ന് നോക്കി പോവാ. ഓക്കെ, ഇവിടെ വരും. ഓക്കെ, ജസ്റ്റ് ആ വാച്ചൊക്കെ നോക്കിക്കോ. ഈ വാച്ച് ഓടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഓടുണ്ടല്ലോ. ഉറപ്പല്ലേ? ഓടുണ്ട്. സെക്കൻഡ് സൂചിയൊക്കെ ഓടുണ്ട് അല്ലേ? ഓടുണ്ടല്ലോ. ആർക്കും എനി ഡൗട്ട്? ഓടുണ്ട്. ഓക്കെ, നമ്മളെ പേര് ഉമറല്ലേ? ആ, ഉമർ ഒരു 5 സെക്കൻഡിൻ്റെ നോക്കിക്കോട്ടോ. ഓക്കെ, 5 സെക്കൻഡ്. 5 4 3 2 1 കേട്ടോ. ഓക്കെ ഉമർ കേട്ടോ. ഇത് വാച്ചിൻ്റെ ഉമർ നോക്കണ്ടല്ലോ അല്ലേ? സൂചി ഓടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഉമ്മർ നോക്കിക്കോട്ടോ. ഇത് ഉമ്മറിൻ്റെ വാച്ചാ? വേറെ ആളെ വാച്ചാണ്. ഉമ്മറിൻ്റെ വാച്ചാണ് അല്ലേ? വേറൊരു വാച്ചാണ്. കാട്ട്. ഓക്കെ, ഇത് ഉമ്മറിൻ്റെ വാച്ചല്ല കേട്ടോ. ഉമ്മറിൻ്റെ വാച്ച് ഞാൻ അവിടെ കൊടുത്തു. അത് ഓടുണ്ടല്ലോ അല്ലേ? സെക്കൻഡ് സൂചി ഓടുണ്ടോ? ഇല്ല. നോക്ക്. ഇല്ല. ഉണ്ടോ? ഓടുണ്ടോ? സെക്കൻഡ് സൂചി ഓടുണ്ടോ? ഉണ്ടോ? നീ ഏതെങ്കിലും 1-2 ആക്കുവാണെങ്കിൽ നോക്കാം. വാ. ഓക്കെ, എന്നാ അവിടെ ഇരുന്നോളി. അപ്പോൾ ഉമ്മർ ഓടുന്നില്ല. ഈ മൈക്ക് പിടിക്കൊന്ന് ജസ്റ്റ്. ഓക്കെ, ഉമ്മർ നോക്കുക. ഓടുണ്ടോ? ഓടുണ്ടാ? സെക്കൻഡ് സൂചി ഓടണില്ലേ? ഇല്ലേ? ഇതാരുതാ ജസ്റ്റ് ഒരു ഐസ് ബ്രേക്ക് എടുത്താണ്. ഓക്കെ, എന്നാ ഓണാക്കിക്കോ. അപ്പോൾ ഓരോ മണിക്കൂറാകുമ്പോൾ നിങ്ങൾ എന്താക്കിയാൽ മതി, എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ സാധനം നമുക്ക് ഇട്ടിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ വിഷയം ഫ്യൂച്ചർ ടോക്കാണ്. നീ കയറിക്കോട്ടോ, പ്രശ്നമില്ല. നീ ചിലപ്പോൾ കാണാത്തവരുണ്ടോ? ഞാൻ ഇപ്പോൾ മുമ്പിലുള്ളവരെ വിളിച്ച് നമുക്ക് അടുത്ത മണിക്കൂറാകുമ്പോൾ എന്നെ കറക്റ്റ് ഓർമ്മിപ്പിച്ചാൽ മതി. 11:30 ഓർമ്മിപ്പിച്ചാൽ മതി. നമുക്ക് അടുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ടോക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മെയിനായിട്ട് നമ്മൾ 8 കൊല്ലം പഠിക്കുന്നുണ്ട്. ഈ 8 കൊല്ലത്തിൽ എന്താവും എന്നുള്ളതല്ല ഒരു വിഷയം. നമ്മളാവേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സമസ്തയാവട്ടെ അല്ലെങ്കിൽ നമ്മളെ നന്ദി ദാറുസ്സലാം ആവട്ടെ, എന്താണെങ്കിലും ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഒരുപാട് ധാർമ്മികളെ സംഭാവന ചെയ്തിട്ടുണ്ട്. സമസ്തയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കീഴടകങ്ങൾ ഇപ്പോൾ ഉദവി, അതുപോലെ തന്നെ മറ്റ് ഫൈസി, ഒരുപാട് ആൾക്കാരെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം ഒരുപാട് ധാർമ്മികൾ ഇറങ്ങിയില്ലേ? പക്ഷേ ഈ വിദ്യാഭ്യാസ വിപ്ലവം എന്നെന്താ അറിയോ? ഇന്നത്തെ കാലത്ത് ഒരുപാട് മൂല്യന്മാരുണ്ട്.
റൈറ്റ് ആണ്, ശരിയാണ്. ഒരുപാട് വായനങ്ങളുണ്ട്, ഒരുപാട് പഠിച്ചവരുണ്ട്, 2 വിദ്യാഭ്യാസമുള്ളവരുണ്ട്. പക്ഷേ ഒരു കേരളത്തിൽ നിങ്ങൾ കാണിച്ചാട്ട്, കേരളത്തിൽ ഒരു നല്ല ഷിയാറിൽ നല്ല കന്തൂറയും തലപ്പാവും ഇട്ടിട്ടുള്ള ഒരു നല്ല ഇതിൽ നടക്കണേ ഇൻസ്റ്റാഗ്രാം ഏത് പേജാണെങ്കിലും അതിൻ്റെ നിലക്ക് കൊണ്ടുപോയിട്ട് ഒരു എന്താണ് പറയുക, പൊളിറ്റിക്സിൽ ഇറങ്ങി നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു IAS കാരൻ. IAS ഷിയാബ് IAS ഉണ്ട്, അങ്ങനെ IAS ഉണ്ട്. പക്ഷേ ഓലൊക്കെ എത്തിങ്ങാനെ പഠിച്ചതാണ്, ഇതേപോലെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഓൽക്കാർക്കും എന്താക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലവിൽ കേരളത്തിൽ അങ്ങനെ ഒരാളില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊരാൾ പറയും, വെള്ളയും ഇട്ട് നിൽക്കുന്ന ഒരു IAS കാരനെ പറഞ്ഞിട്ട് ഇല്ല, കേരളത്തിലില്ല. അപ്പോൾ നമ്മളെ ദാറുസ്സലാം തർക്കിയക്ക് ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ഇനി വരുന്നൊരു 10 കൊല്ലത്തേക്ക്, നിങ്ങളൊക്കെ ഏകദേശം ചെറുതാണ്, 6-7 കൊല്ലമുണ്ട്, ഇവിടെ ചിലവിലുണ്ടാവും, പിന്നെ ശരിയത്തെ കൂട്ടിയിട്ട് നിങ്ങളെ ഫ്യൂച്ചർ തീരുമാനിക്കാൻ ഏകദേശം ഒരു 8-9 കൊല്ലമുണ്ട്. ഇനി വരുന്ന ഒരു 9-10 കൊല്ലം, ഈ 10 കൊല്ലത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതും ദീനി ദാവത്തിന് ഏറ്റവും നല്ല സംഭാവന, വയത് പറയുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ല സംഭാവന പൊളിറ്റിക്സിൽ വരിക, അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുക വിത്ത് വെള്ള ഡ്രസ്സും കൊണ്ട്, ആസ് എ പേരെന്താണ്, ഷഹീർ ഹാഫിൽ ഷഹീർ ഹൈത്തമി IAS. അങ്ങനെയുണ്ട്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരിത് കിട്ടണില്ലേ, അത് ഉറപ്പാണ്. പക്ഷെ ആ ഒരു വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രം ഹിയർ, ഈ വലിയ മലയിൽ നിന്ന് തുടങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ്. അതൊരു വിദ്യാഭ്യാസ വിപ്ലവം തന്നെ ആയിരിക്കും ദാറുസ്സലാം തീർക്കുന്നത്. ഓൾറെഡി തർക്കിയ എന്ന് പറഞ്ഞാൽ നിലവിൽ കേരളത്തിൽ അതൊരു വിപ്ലവം എന്ന് പറയാൻ പറ്റില്ല, ഹാഫിലിങ്ങൾ മറക്കാതെക്കാൻ പറ്റിയൊരിതും. പക്ഷേ ഒരു വിപ്ലവം സൃഷ്ടിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ്. ഞാനങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരു പക്ഷേ എന്താവണമെന്നില്ല, കഴിവ് ആദ്യം തന്നെ കിട്ടണമെന്നില്ല. 1-ാം ക്ലാസ്സിലുള്ളവർ, 2-ാം ക്ലാസ്സിലുള്ളവർ, 3-ാം ക്ലാസ്സിലുള്ളവർ, അങ്ങനെ പോകും. ചിലപ്പം 10-ാം ക്ലാസ് എഴുതുന്നു, അപ്പോഴും നമുക്ക് ബോധം ഉണ്ടാവില്ല. +2 എഴുതുന്നു, കഴിഞ്ഞ് ഡിഗ്രി എഴുതുന്നു, ചിലപ്പോൾ ഡിഗ്രി എന്തിനാന്ന് തന്നെ എടുത്തറിയില്ല. ചിലവർ PG എടുക്കും, എന്നിട്ട് ചോദിക്കും എന്തിനാ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെ ആലോചിക്കണമെങ്കിൽ അധികം ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരു മാറ്റം എന്താ അറിയോ, മാറ്റം എന്താ വെച്ചാൽ നമ്മളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പാഷൻ എന്നാണ് പറയുക. പക്ഷെ പാഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല ചെയ്യേണ്ടത്. നമ്മളെ പാഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതല്ല. നിങ്ങൾക്ക് കളിക്കാൻ ഇൻട്രസ്റ്റ് അല്ലേ, ആണ്, സ്വാഭാവികം, അങ്ങനെ തന്നെ വരുള്ളൂ. പക്ഷെ എന്താവില്ല, അത് നമ്മൾ പാഷനാക്കിയിട്ട് ഞാൻ നാളെ FIFA വേൾഡ് കപ്പിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് ടർക്കിയിൽ വന്നതെന്ന് ആരെങ്കിലും പറയുമോ? എല്ലാ ക്ലാസ്സിൻ്റെ പീരീഡ് കഴിയുമ്പോഴും വൈകുന്നേരത്തെ ലാസ്റ്റ് ബെല്ലടിക്കുമ്പോഴും നമുക്ക് ഉള്ള സമാധാനം എന്താ, അന്ന് വൈകുന്നേരം കളിക്കാലോ എന്നുള്ള സമാധാനമാണ്. പക്ഷെ അത് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ പാഷനല്ല. ആ പാഷൻ എന്താണെന്ന് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയും? പാഷൻ നമ്മൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മളതിന് ദിവസവും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളതിനു വേണ്ടി നിരന്തരം ചെയ്യാൻ ഒരു ഹിന്ദു ന്യൂസ് പേപ്പർ ഉണ്ട്, ഫുള്ളുള്ള എല്ലാ പേജും വേണേ. നമ്മളതിന് നിരന്തരം നമ്മൾ എന്താക്കുന്നുണ്ടോ എന്നുള്ളതാണ്, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ടതോ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഫസ്റ്റത്തെ ഇതൊന്ന് ഓണാക്കിയ സൽമാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്താ. ഓക്കെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ മേഖലയ്ക്ക് ടച്ച് ചെയ്തിട്ട് കൊണ്ടുപോകാനാണ്. കാരണം നമ്മളിവിടെ വരുന്നത് +1 അധികം ആൾക്കാരും എല്ലാവരും ഹ്യൂമാനിറ്റീസ് തന്നെ അല്ലേ ആണ്. പിന്നെ അപ്പോൾ +1 നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതോടുകൂടി കുറേ സാധ്യതകൾ പോകും. പിന്നെ നമ്മൾ ഡിഗ്രി എത്തുമ്പോൾ നമ്മൾ BA എന്നുള്ള വിഷയമാണ് എടുക്കുക, ബാച്ചിലർ ഓഫ് ആർട്സ് ആണ് നമ്മൾ എടുക്കുക. അതും എടുക്കുന്നതോടുകൂടി എന്താവും, കുറച്ച് സാധ്യതകൾ കൂടി അടയും. പക്ഷേ ഈ ഒരു സാധ്യത അടയുക എന്ന് പറഞ്ഞാൽ എന്തല്ല, മറ്റ് സാധ്യതകൾ നമുക്ക് കിട്ടൂല എന്നല്ല അതിൻ്റെ അർത്ഥം. വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് ലെവൽ എന്നാണ്. നമ്മളതിനെ സാധൂകരിച്ച് ലാസ്റ്റ് ഒരു ബിന്ദുവിൽ എത്തിക്കുന്ന പരിപാടിയാണ്. PG എടുത്ത് PhD എടുത്ത് നെറ്റ് എടുത്ത് അങ്ങനെ പോയി ഒരു വിഷയത്തിനെ കോർ ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും സയൻസ് അല്ലേ ഏറ്റവും നല്ലത്, സയൻസ് കഴിഞ്ഞിട്ടല്ലേ
കൊമേഴ്സ് കഴിഞ്ഞിട്ടല്ലേ ഹ്യൂമാനിറ്റീസ്. അത് തെറ്റിദ്ധാരണയാണ്. അതെന്താ തെറ്റിദ്ധാരണ എന്ന് പറയാൻ കാരണം? ഉദാഹരണം, എടാ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യോ? ഒന്ന് പ്ലേ ചെയ്യണം പെട്ടെന്ന്. ഞാൻ ചോദിച്ചു പഠിച്ചതാണ് 11 മണിക്ക്. കാരണം ഇന്ന് ജുമാ കഴിഞ്ഞിട്ട് എടുക്കാനാണ് പറഞ്ഞത്. മടുപ്പുണ്ടോ? ഇല്ല, ഉറപ്പാണോ? ഓക്കെ. ഉണ്ടല്ലോ അല്ലേ? ഈ വീഡിയോ കണ്ടല്ലോ അല്ലേ? ഈ വീഡിയോ എന്താണ്? ഒരു ഓട്ടോമാറ്റിക് കാറല്ലേ? കാറാണ്, ഓട്ടോമാറ്റിക് ആണ്. ഇപ്പോൾ ചൈനയിലൊക്കെ എന്തായിട്ട് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടാക്സിയാണ്. നമ്മൾ പോയി ജസ്റ്റ് എന്താക്കിയാൽ മതി, സ്കാൻ ചെയ്താൽ മതി, നമുക്ക് പോയി ഇറങ്ങാം. എവിടെ വെച്ചാൽ ഇറങ്ങാം, കഴിഞ്ഞു. ഇത് വരലോട് കൂടി എന്താവും? ആരൊക്കെ പണി പോവും? ഡ്രൈവറെ പണി പോവും. ഓക്കെ. പിന്നെ ആരെ പണി പോവും? ആയിക്കോട്ടെ, ഓട്ടോ. പിന്നെ ബസ്സൊക്കെ എന്നാലും ഓടൂലേ? പിന്നെ ഇത് വരലോട് കൂടി എന്തൊക്കെ പണിയോന്ന് വെച്ചാൽ മനുഷ്യന്മാർക്ക് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഉണ്ടായത് കൊണ്ടല്ലേ ആക്സിഡന്റ് ഉണ്ടാവുന്നത്. സോ ഇത് റോബോട്ടാണ്. ആക്സിഡന്റ് ഉണ്ടാവാം, പക്ഷെ 90.9% ഉണ്ടാവില്ല എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ആക്സിഡന്റ് ഉണ്ടാവാതെ വെക്കുമ്പോൾ ആരെ പണി പോകും? ഡോക്ടേഴ്സ്. നമ്മുടെ മെഡിക്കൽ മേഖലയിൽ ഇത് കുറയും. പിന്നെ ഈ സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്നത് എവിടുന്നാണ്? ഓട്ടോ. അത് ഇപ്പം ആരാണ് ചെയ്യണത്? ഏകദേശം യന്ത്രങ്ങളാണ്. ഓക്കെ. IT മേഖല അല്ല, ഈ യന്ത്ര മേഖലയിൽ വന്നാലും, ഈ പറഞ്ഞ ഡോക്ടേഴ്സിൻ്റെ മേഖല വന്നാലും, ഇപ്പം ഈ സ്കാനിങ് പോലത്തെ ഹോസ്പിറ്റലുകളിലെ എല്ലാം AI പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടൊക്കെ എന്തുണ്ട്? ഇനി നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ആവശ്യമില്ല എന്നല്ല, ആവശ്യമുണ്ട്, പക്ഷെ കുറയും, ഡിമാൻഡ് കുറയും. അതേപോലെ തന്നെ എൻജിനീയേഴ്സിൻ്റെ ഡിമാൻഡ് കുറയും. പറഞ്ഞ ഹോസ്പിറ്റൽസ് ആണെങ്കിലും കുറയും. പക്ഷേ ഇവിടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഓപ്ഷനാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു രാജ്യത്തെ ഒരു ഭരണം നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേഷൻ ആവശ്യമാണ്. ആ അഡ്മിനിസ്ട്രേഷനിലും AI വരും. പക്ഷേ അതിനെ കൃത്യമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ 10 കൊല്ലത്തിൽ എന്തില്ല, അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്ക് എന്ത് വന്നിട്ടില്ല, അധികം AI വന്നിട്ടില്ല. ഒരു MLA AI നടന്നിട്ട് കാര്യങ്ങൾ ചെയ്യുമോ? അങ്ങനെ നിങ്ങൾ പഠിച്ചണോ? ഒരു മന്ത്രി AI, മുഖ്യമന്ത്രി AI ആയിട്ട് വരുമോ? പ്രധാനമന്ത്രി വരുമോ? വരാം, ഒരു പക്ഷേ ചിലപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായേക്കാം. അങ്ങനെയല്ല, നിലവിൽ ഇപ്പോൾ AI കൊണ്ടുവന്നതിൽ ഞാൻ മുമ്പ് പറഞ്ഞ മാറ്റങ്ങളാണ്. പക്ഷേ നമ്മളെ ബാച്ചിലർ ഓഫ് ആർട്സ് എന്ന് പ്രത്യേകം പറയാൻ കാരണം അതിൽ നിന്നാണ് അധികം ആൾക്കാരും ഈ IAS ഇതിലേക്ക് പോണത്. അപ്പം നിലവിൽ നമ്മളെ സാഹചര്യത്തിൽ നിന്നിട്ടാണ് ഏറ്റവും നന്നായിട്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ ജോലിക്ക് നല്ല സ്കോപ്പുള്ള ജോലിയല്ല നമ്മളത്. നമ്മൾ ആ ഒരു ഇസ്ലാമിക പാരമ്പര്യം നിലനിർത്തി നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തലുണ്ടല്ലോ, ആ അടയാളപ്പെടുത്തൽ മാത്രമാണ്, അത് ഉദ്ദേശിച്ചാൽ മതി. അതിന് പുറമെ നല്ല ജോലി സാധ്യതയും ഉറപ്പുള്ള ഒന്നാണ് ഈ BA എന്ന് പറയുന്ന നമ്മളെ കോഴ്സ്. അതുകൊണ്ടാണ് എന്താക്കുന്നത്, ഇവിടെ അങ്ങനെ ആവണമെന്നില്ല. ഞാൻ 10ാം ക്ലാസ് ജയിച്ച് എന്തായിരുന്നു NIOS ആണ് എഴുതിയത്. +1 സാധാ പോലെ എഴുതി. ഡിഗ്രി ഒക്കെ ഞാൻ ഇവിടുത്തെ ഉസ്താദന്മാർ പറഞ്ഞെടുത്തുകൊണ്ട് BA ഇംഗ്ലീഷ് എടുത്തതാണ്. എൻ്റെ താല്പര്യം കൊണ്ടൊന്നല്ല എടുത്തത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞതാണ്, കംപ്ലീറ്റ് ആയതാണ്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾക്കൊക്കെ ക്ലാസ്സിൽ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ പറഞ്ഞതാണ് എന്ത്, നമുക്ക് വേറെ എടുക്കാം, പൊളിറ്റിക്സ് എടുക്കാം, അല്ലെങ്കിൽ സോഷ്യോളജി എടുക്കാം, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞാണ്. എനിക്ക് ഒരു താല്പര്യമില്ല എന്ത് BA ഇംഗ്ലീഷ് എടുക്കാൻ. കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയും കൂടി ഇല്ല. കാരണം ഞാൻ +1 പൊട്ടിയതാണ്. +1 പൊട്ടിയെന്ന് മാത്രമല്ല, ഇംഗ്ലീഷിൽ പൊട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. 100ൽ 8 മാർക്കാണ് കിട്ടിയത്. +1 8 മാർക്ക് കിട്ടി. പിന്നെ
ഒരു ജസ്റ്റ് എന്തോ എല്ലാവരും എഴുതണ പോലെ ഇമ്പ്രൂവ്മെൻ്റ് എഴുതി ഭാഗ്യത്തിന് ജയിച്ച്. പിന്നെ എനിക്ക് വാശിയായി ഇംഗ്ലീഷ് പഠിക്കണം. അങ്ങനെ ഞാൻ 1-2 ട്യൂഷനൊക്കെ പോയി പഠിച്ച് അൽഹംദുലില്ലാ. പിന്നെ ഇതേപോലെ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു ഡിഗ്രി BA ഇംഗ്ലീഷ് എടുക്കാൻ. കാരണം ഇംഗ്ലീഷ് ഒരു പാടുമില്ല. +2 ഇംഗ്ലീഷൊക്കെ കണ്ടാൽ ആ ഇംഗ്ലീഷ് കൊണ്ടുപോയി ഡിഗ്രിയിൽ എഴുതി കഴിഞ്ഞാൽ എടുത്ത് എറിയും. അങ്ങനെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ അത്യാവശ്യം പഠിച്ചു കേട്ടോ, പഠിച്ചില്ല ഭാഗ്യത്തിനൊന്നല്ല, പഠിച്ച് അൽഹംദുലില്ലാ 36 വിഷയം ഇംഗ്ലീഷിൽ. ഒരു സപ്ലി പോലും ഇല്ലാതെ പാസ്സായി കുറച്ച് മെനക്കെട്ടാണ്. പക്ഷേ അപ്പം നമുക്ക് ആ പേടി പോകും. അത് പേടി പോയിന്ന് മാത്രമല്ല, ഇതെടുത്തതോടു കൂടി എനിക്ക് മനസ്സിലായത്, ഞാൻ ഇവിടുത്തെ അസാസിൻ്റെ ലൈബ്രറീൻ്റെ ഒരു വട്ടം ലൈബ്രറി നോക്കുന്ന ഒരാളായിരുന്നു. ഈ ഒരു സമയത്താണ് എനിക്ക് എന്തായത്, കുറേ ആൾക്കാർ ബുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തന്നിട്ട് ഒരു നിങ്ങൾക്കുമാകാം IAS എന്ന് പറഞ്ഞ ഒരു അഡ്മിൻ, ഒരു എന്താണ് മൂപ്പരെ പേര് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? കിഷോർ IASൻ്റെ ഒരു ബുക്കുണ്ട്. അത് ഏതോ ഒരു ചങ്ങായി വായിച്ച് ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് കത്തിയെന്ത്, നമ്മുടെ അതായത് ഈ സയൻസും അതുപോലെ തന്നെ മറ്റു കൊമേഴ്സ് വിഷയങ്ങളൊക്കെ ഇതിലോട്ട് ഇറങ്ങുമ്പോൾ അത് വേറെ ഒരുപാട് വിഷയങ്ങളാണ് അതിലുണ്ടാവുക. പക്ഷേ സിവിൽ സർവീസൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് പൊളിറ്റിക്സും സോഷ്യോളജിയും നമ്മളെ ബാച്ചിലർ ഓഫ് ആർട്സിൻ്റെ വിഷയങ്ങളാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആദ്യം ഒന്നും ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. പക്ഷേ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എനിക്ക് വായിക്കാനേ അറിയില്ലായിരുന്നു. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഒന്നും ഞങ്ങളെ പോലെ പറഞ്ഞ പോലെ ഏത് മോട്ടിവേഷൻ കേട്ടോണ്ട് ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ടില്ല, സത്യമാണ്. പക്ഷേ ഞാൻ ഈ സിവിൽ സർവീസിന് പേരൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ പത്രം വായിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരു പേജ് പോട്ടെ, ഇവിടുന്ന് തൊട്ട് ഒരു വാർത്ത വായിച്ച് തീരാൻ ഞാൻ എടുക്കുന്ന സമയം എത്രയെന്നറിയോ? 2.5 മണിക്കൂർ. എന്താ ചടച്ച് ഇല്ലാതെ വലിച്ചറിയാൻ തോന്നും, ഉറപ്പാണ്. കാരണം ഡിക്ഷണറി നോക്കി ഇത് നോക്കി അങ്ങനെ ഞാൻ കുറേ കേട്ടതാ, നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കണം, ഹിന്ദു പേപ്പർ വായിച്ചാലേ നിങ്ങൾക്ക് IAS ആകാൻ കഴിയുള്ളൂ. ഞാൻ ചടച്ചിട്ട് എനിക്ക് തരണേ. പക്ഷെ നിങ്ങൾ വായിക്കണം. പക്ഷെ ആദ്യം തന്നെ നമ്മളത് വായിക്കുന്നതിന് മുമ്പ് കുറച്ചൊക്കെ വായിക്കാൻ നോക്കുക. എവിടെയെങ്കിലും കാണുമ്പോൾ ഈ പറഞ്ഞ ഇതിൻ്റെ ഹെഡിങ്സൊക്കെ വായിക്കുക. ഹെഡിങ്സൊക്കെ വായിച്ചിട്ട് ആരോടും ഞാൻ പറയണില്ല ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കരുത്. കാരണം ഈ കാലത്ത് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കണം, നിങ്ങൾ ഉപയോഗിച്ചോളി, ഒരു പ്രശ്നമില്ല. ഫേസ്ബുക്ക് ഉപയോഗിച്ചോളി, ഇവിടുന്ന് ഉപയോഗിച്ചാൽ പോക്കൂട്ടോ, പോക്കും. നിങ്ങൾ നാട്ടിൽ പോയിട്ട് ഉപയോഗിച്ചോളി. ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചോ, ഒരു പ്രശ്നമില്ല. ഫേസ്ബുക്ക് ഉപയോഗിച്ചോളി, യൂട്യൂബ് ഉപയോഗിച്ചോളി, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരു പ്രശ്നമുള്ളൊരു ഒറ്റ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ, ഞാൻ കാണുന്ന യൂട്യൂബിൽ, ഞാൻ കാണുന്ന ഫേസ്ബുക്കിൽ എപ്പോഴും വരല് ഞാൻ ഫോളോ ചെയ്യുന്നതും അല്ലെങ്കിൽ BBC ന്യൂസ് കാരം, അല്ലെങ്കിൽ എന്തിൻ്റെ ആയിരിക്കും, മറ്റേ അൽ ജസീറൻ്റെ ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ ഇത് വരുന്ന ഇൻസ്റ്റാഗ്രാമിൽ റീൽ വരുന്നതൊന്നും, അല്ലെങ്കിൽ മോട്ടിവേഷൻ്റെ വീഡിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇംഗ്ലീഷിൻ്റെ വീഡിയോ റീല് കാണണം. ഞാൻ അത്യാവശ്യം റീലിൽ ചിലവഴിക്കലുണ്ട്. 30 ആ റീല് വരുന്നതൊക്കെ ഇതേപോലത്തെ ആവശ്യമുള്ളതാണ്. റീല് കാണരുത് എന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ കണ്ടോളി. പക്ഷെ ഇങ്ങനത്തെ വീഡിയോ കാണണം. അപ്പോൾ നല്ല നല്ല കോട്ടിങ് കിട്ടും. അടുത്ത ദിവസം പത്രം നോക്കുമ്പോൾ BBC ന്യൂസിലെ മെയിൻ ഹെഡിങ് ആയിരിക്കും ചിലപ്പോൾ ഹിന്ദുവിൻ്റെ എവിടെയെങ്കിലും വരിക. നമുക്ക് സാധനം ഓടാൻ തുടങ്ങും അല്ലേ? അപ്പം നമുക്കൊന്ന് ഇത് വരും, കുറച്ച് ഇംഗ്ലീഷൊക്കെ ഞാൻ പഠിച്ചാൽ തുടങ്ങിയിട്ടാ, അങ്ങനെ വരും. അങ്ങനെ നമ്മൾ എന്താക്കും, പിന്നെ ഒന്ന് വായിച്ചു നോക്കും. എന്നിട്ട് എന്താക്കും, ചിലപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോൺ എടുത്തിട്ട്, എനിക്ക് നല്ല മടിയാണ്, അങ്ങനെ ഡിക്ഷണറി എടുത്തൊന്നും നോക്കില്ല, നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അങ്ങ് എടുക്കും. ട്രാൻസ്ലേറ്റ് ആക്കിയിട്ട് വായിച്ചു നോക്കും. സംഭവം കഴിഞ്ഞല്ലോ, എന്നിട്ട് ഇംഗ്ലീഷ് വായിച്ചു നോക്കും. നല്ല സുഖമായിരിക്കും. അങ്ങനെ വായിച്ച് വരുമ്പോൾ നമ്മൾക്കൊരു ഇംഗ്ലീഷിനൊരു അത്യാവശ്യം അൽഹംദുലില്ലാ ഒരു റാഹത്തായിരിക്കും. പിന്നെ ഇതിൽ വായിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ഈ ഫസ്റ്റ് പേജ് എന്ന് വെച്ചാൽ, അത് ഞാൻ IASൻ്റെ ഒരു ഇതും കൂടി പറയുന്നുണ്ട്. അതിൽ നോക്കുമ്പോൾ ഫസ്റ്റ് പേജ് എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്സൊക്കെ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ മേജർ വാർത്തകളെ വരുള്ളൂ. അതായത് അന്നത്തെ രാഷ്ട്രീയ പാർട്ടിൻ്റെയോ. പക്ഷെ അതൊന്നും ഒരു IASകാരനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല.
പക്ഷെ എന്നാലും ഇത് വായിക്കണത് നല്ലതാണ്. നമ്മളൊരു പ്രാദേശിക കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഈ ഇവിടെയൊക്കെ വായിക്കണത് നല്ലതാണ്. പക്ഷെ നമ്മൾ എല്ലാം ഇതിൽ വായിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ വായിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ റീജിയണായിരിക്കും. ഇതിലൊന്നും പ്രത്യേകിച്ച് വലിയ വാർത്തകളൊന്നും ഉണ്ടാവില്ല. നമ്മളെ കോഴിക്കോട് ഭാഗത്തുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളൊരു ഇവിടെ വല്ല പഞ്ചായത്തിൻ്റെ അതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തേൽ വാർത്തകൾ അധികം ഉണ്ടാവുള്ളൂ. അതിനാണ് റീജിയൻ എന്ന് പറയാം. പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് റീജിയൻ തന്നെയാണ്. പിന്നെയുള്ളൊരു സാധനമുണ്ട് കേരള. കേരള വായിക്കണത് നല്ലതാണ്. അത് അത്യാവശ്യം ഇതിൽ നമ്മളെ ഇപ്പോൾ ഇവിടെ റോഡ് പൊട്ടിയ വാർത്തകൾ, അങ്ങനത്തെ വാർത്തകളൊക്കെ ഇതിലാണ് വരുന്നത്. പിന്നെ സൗത്ത് പറഞ്ഞാൽ നമ്മളെ കേരളം, കർണാടക, തമിഴ്നാട് ആ ഭാഗം വരുന്നത്. അതായിരിക്കും പിന്നത്തെ ഉണ്ടാവുക. അതും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം അവിടുത്തെ ഇതേപോലെ പൊട്ടിയ വാർത്ത എന്തെങ്കിലും പൊളിറ്റിക്സിൻ്റെ വാർത്ത ആയിരിക്കും ഉണ്ടാവുക. പിന്നത്തെ ഒരു പേജ് ഉണ്ട്, ഇതാണ് എഡിറ്റോറിയൽ. ഇത് ഭയങ്കര ആവശ്യമാണ്. പക്ഷേ ഒരു കൊല്ലം മെനക്കെട്ടാലും നമുക്ക് എന്ത് കിട്ടൂല എന്നറിയാം.